ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അങ്കലവാടിക്ക് പോവാണ് കേട്ടോ. അമൃതപ്പൊടി വാങ്ങാൻ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൃതപ്പൊടി. ഇവൾക്ക് മാത്രമല്ല ഇന്നൂനും ഭയങ്കര ഇഷ്ടമായിരുന്നു അമൃതപ്പൊടി കേട്ടോ. അപ്പോൾ കഴിഞ്ഞിക്കണു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ അങ്കലവാടിക്ക് അല്ലേ. അങ്കലവാടിക്ക് പോവാണ് പറഞ്ഞു. അങ്കലവാടിക്ക് പോവാണെന്ന് പറയും. അമൃതപ്പൊടി വാങ്ങാൻ പോവാണ് പറയും. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അങ്കലവാടി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളൂ, ഇത്തിരി നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമൃതപ്പൊടി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പം ശരി. ഇപ്പം പുതിയ അങ്കണവാടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾ അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലാണ് ഇനിയിപ്പോൾ അതവിടെ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ പഴയ അങ്കണവാടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് അമൃതപ്പൊടി വാങ്ങിക്കണത് കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ടേ നടക്കാൻ നല്ല സുഖമുണ്ട് ഇല്ലേ, ചൂടില്ലാത്തത് കൊണ്ട്. ഇപ്പം നിലവിൽ ബാബു അമ്മേ നായി ബാബു അല്ലേ. ഇതാണ് ഇപ്പോഴത്തെ അങ്കണവാടി കേട്ടോ. പുതിയ അങ്കണവാടി അവിടെ ഉണ്ട്, നമുക്ക് കയറി നോക്കാം കേട്ടോ. ഓപ്പണാക്കി കയറട്ടെ. കുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ. ടീച്ചർ എവിടെ? ടീച്ചറില്ലേ? അപ്പം നമ്മൾ അങ്കണവാടിക്ക് പുതിയ അങ്കണവാടി അവിടെ ഓപ്പൺ ആയിക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടുത്ത് അങ്ങോട്ട് മാറും. ടീച്ചറില്ല? അപ്പം നമുക്ക് അമൃതപ്പൊടി കിട്ടി. 7 പാക്കറ്റ് കിട്ടി കേട്ടോ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തിന്നോളും. ഇവിടെ അതേപോലെ തന്നെ ഇരുന്നു ഇന്നൂനും ഭയങ്കര ഇഷ്ടമായിരുന്നു അമൃതപ്പൊടി കേട്ടോ. അപ്പോൾ 7 പാക്കറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. പാക്കറ്റും ഉണ്ണി എല്ലാം കൂടെ എൻ്റെ കയ്യിലാണ്. അപ്പം ശരി പറഞ്ഞോളാം. ഓക്കെ, ഇങ്ങനത്തെ 7 പാക്കറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഉണ്ണിയാ അമൃതം തിന്നല്ലേ? ഇതൊക്കെ അവർ ഫുൾ അമൃതം. ഓക്കെ, അപ്പം ശരി.